الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് തത്വയിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്ന് ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, തത്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ പലതിനും ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. സമയങ്ങളിൽ ചില സമയങ്ങൾക്ക് മറ്റു സമയങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട്. മാസങ്ങൾക്കുണ്ട്, ദിവസങ്ങൾക്കുണ്ട്. ആ കൂട്ടത്തിൽ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണ് യൗമുൽ ജുമുഅ. നമുക്കറിയാം, ഇന്ന് നമ്മളുള്ള ജുമുഅ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയമായി ധാരാളം ഹദീസുകളിലൂടെ ഇക്കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം കാണാം, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം. യൗമുൽ ജുമുഅ ദിവസങ്ങളുടെ കൂട്ടത്തിൽ അതിന്റെ നേതാവാണ്. മറ്റൊരു വചനത്തിൽ കാണാം, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ശ്രേഷ്ഠതയുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഖൈറു യൗമിൻ തലഅതു അലൈഹി ശംസ് യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള നന്മയുള്ള ദിവസം യൗമുൽ ജുമുഅയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പല കാര്യങ്ങൾക്കും വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഹദീസിന്റെ ബാക്കി വാചകങ്ങൾ, ഫീഹി ഖുലിക ആദം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സൃഷ്ടിച്ചത് ജുമുഅ ദിവസമാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ. അദ്ദേഹത്തെ ആദമിനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചതും അവിടെ നിന്ന് പുറത്താക്കിയതുമൊക്കെ ജുമുഅ ദിവസമാണ്. വലാ തഖൂമു സ്സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. ഖിയാമത്ത് നാൾ ജുമുഅ ദിവസമല്ലാതെ സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് സംഭവിക്കുന്നതും ജുമുഅ ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ഖൈറുൻ യൗമ തലഅത് ഫീഹി അശംസ് യൗമൽ ജുമുഅ ഫീഹി ഖുലിക ആദം വഫീഹി ഹുബിത ഫീഹി തീബ അലൈഹി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് തൗബ ചെയ്ത് അത് സ്വീകരിച്ചതും ആ ദിവസമാണ്. അതേപോലെ തന്നെ വഫീഹി മാത്, അദ്ദേഹം മരണപ്പെട്ടതും ആ ദിവസമാണ്. വഫീഹി തഖൂമു സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് യൗമുൽ ജുമുഅയിലാണ്. എന്നിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മസീഹത്തുൻ യൗമുൽ ജുമുഅ മിൻ ഹീന തുസ്ബിഹു ഹത്താ തത്ലഉ ശംസ് സഖഫൻ മിനസ് സാഅ ഇല്ലൽ ജിന്ന വൽ ഇൻസ. വെള്ളിയാഴ്ച സുബഹി ആയി കഴിഞ്ഞാൽ അത് അസ്തമിക്കുന്നത് വരെ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ബാക്കി എല്ലാ മൃഗങ്ങളും എല്ലാ സൃഷ്ടികളും ഭയപ്പാടോടുകൂടി കഴിയും. ഓരോ വെള്ളിയാഴ്ചയും സുബഹി സൂര്യനുദിച്ച് അസ്തമിക്കുന്നത് വരെ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മറ്റു സൃഷ്ടികളെല്ലാം ശ്രദ്ധയോടെ, ആ പദത്തെ വിശദീകരിച്ചിട്ടുള്ളത് മൃഗങ്ങളൊക്കെ കാതുകൂർപ്പിക്കുന്നതാണ്. അവരിങ്ങനെ പ്രതീക്ഷിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനയും പ്രതീക്ഷിച്ച് ആ ദിവസം കഴിച്ചുകൂട്ടും, ഭയത്തോടുകൂടി അവർ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇങ്ങനെ ധാരാളം വചനങ്ങൾ വെള്ളിയാഴ്ച എന്ന ദിവസത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ആ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വെള്ളിയാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, ഈ പ്രത്യേകതകളൊക്കെ ഇതിനുണ്ടാവാൻ കാരണമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ദിവസത്തിലുള്ള ജുമുഅ നമസ്കാരവും ജുമുഅയിൽ ആളുകൾ പങ്കെടുക്കുന്നതും ഒക്കെയാണ്. അത് അല്ലാഹു നിർബന്ധമാക്കി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾക്ക് ശ്രേഷ്ഠതകൾ വിശദീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരാൾക്ക് ഒരു ഇബാദത്തിന്റെ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവോ ഇന്ന ഇബാദത്തിന് ഇന്ന ശ്രേഷ്ഠതയുണ്ട്, ഫളലുണ്ട് എന്ന് പറഞ്ഞത് മനസ്സിലാക്കി ആ ഇബാദത്ത് ചെയ്യുന്നതും അത് മനസ്സിലാക്കാതെ ചെയ്യുന്നതും വലിയ അന്തരമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഇങ്ങനെ ഇബാദത്തുകൾക്ക് ശ്രേഷ്ഠത പറയുന്ന കൂട്ടത്തിൽ വെള്ളിയാഴ്ചക്ക് ധാരാളം, വെള്ളിയാഴ്ചയിലെ ജുമുഅയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഇബാദത്തിന് ധാരാളം പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്ന് കാണാം, ഔസ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസല യൗമൽ ജുമുഅത്തി വഅതസൽ, ഒരാള് വെള്ളിയാഴ്ച കുളിച്ചു, നന്നായി കുളിച്ചു, വബക്കറ വബതകർ, എന്നിട്ട് ഏറ്റവും ആദ്യ സമയത്തു തന്നെ അതിനുവേണ്ടി അയാൾ ഒരുങ്ങി പുറപ്പെട്ടു, വമശ വലം യർഖബ്, അയാൾ നടന്നുകൊണ്ടാണ് പുറപ്പെട്ടത്, വാഹനത്തിലല്ല, വദന മിനൽ ഇമാമി, ഇമാമിന്റെ ഏറ്റവും അടുത്ത സ്ഥലത്ത് അയാൾ ഇരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ സൊഫുകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ വന്നിരിക്കുകയും ചെയ്തു. ഫസ്തമഅ, അയാൾ ഖുതുബ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തു. വലം യൽഖു കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലി സനത്തിൻ അജ്റു സിയാമിഹാ വഖിയാമിഹാ. അതിന്റെ പുണ്യതരം നമ്മൾ നോർമലി ഓരോ വെള്ളിയാഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു നിയ്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഈ കാര്യം ചെയ്യുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവന് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഓരോ കാലടികൾക്കും അവന് കിട്ടുന്ന പുണ്യം ബികുല്ലി ഖത്വത്തിൻ അമലി സനത്തിൻ, ഒരു വർഷം അവൻ അമല് ചെയ്യുന്ന പുണ്യമാണ്. എന്നിട്ട് ഒന്നുകൂടി വിശദീകരിച്ചു, അജ്റ സിയാമിഹാ വഖിയാമിഹാ, ഒരു വർഷം പൂർണ്ണമായി ഒരാൾ നോമ്പെടുക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുന്നതിന് എത്രയാണോ പുണ്യമുള്ളത് അത്രയും വലിയ പുണ്യം കിട്ടും. ഈ പറഞ്ഞ രൂപത്തിൽ ശ്രദ്ധയോടുകൂടി ഒരാൾ ഈ കാര്യം ചെയ്യുന്നുവെങ്കിൽ, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു അമലിന് വലിയ പുണ്യം പറഞ്ഞതിൽ എണ്ണി നോക്കുമ്പോൾ ഏറ്റവും വലിയ പുണ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വെള്ളിയാഴ്ച ജുമുഅക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വരുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പുണ്യമാണ് എന്നതാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് പള്ളിയിൽ പോകണം എന്നതിനപ്പുറത്ത് ഇത്രയും പ്രത്യേകതയുള്ള മനുഷ്യരും ജിന്നുകളും ഒഴികെ ബാക്കി സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് മുമ്പുള്ളതിനേക്കാൾ ശേഷമുള്ളതിനേക്കാൾ ആ ഒരു ദിവസത്തിൽ പ്രത്യേകം ഭയപ്പാടോടി കൂടി കഴിയുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ
നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാൽ ഒന്ന്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. പല ആളുകളും ചെയ്യാറുണ്ടാകും. ഇനി ആരെങ്കിലും അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വളരെ വലിയ പുണ്യം കിട്ടുന്ന ഒട്ടനേകം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു ഫി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം, അല്ലാഹ ലഹു മിൻ നൂരിൻ മാ ബൈനൽ ജുമുഅത്തൈൻ, അയാൾക്ക് രണ്ട് ജുമുഅകൾക്കിടയിൽ പ്രകാശമുണ്ടാകും, അയാൾ നേർവഴിയിൽ നടക്കും, അയാൾക്ക് സംരക്ഷണം ഉണ്ടാകും. ചില ഹദീസുകളിലുള്ളത് പരലോകത്തെ അയാളുടെ പിരവിൽ നിന്ന് അയാൾക്ക് പ്രകാശം കാണിക്കും. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുളിക്കുക എന്നുള്ളത് ജീവിതത്തിനൊരു ഭാഗമാണ്. അതൊരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ, ദിവസം 2-3 പ്രാവശ്യമൊക്കെ കുളിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ വെള്ളിയാഴ്ച എന്തൊരു പ്രത്യേകതയുണ്ട്, അത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. അതിന്റെ നിയ്യത്തൊക്കെ വെച്ച് നന്നായി കുളിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. ഒരു ഹദീസ് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസ്. അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് അറിയൂ, വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി ഒരാൾ കുളിക്കുക എന്നുള്ളത് വാജിബുൻ അലാ മുഹ്തലിം, എല്ലാ പ്രായപൂർത്തിയായ ആളുടെ മേലും നിർബന്ധമാണ്. പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നുണ്ട്, ആ രൂപത്തിലൊരു കുളി എന്നതിനപ്പുറത്ത് ജുമുഅക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ കുളിക്കുക എന്നുള്ളത് വാജിബാണ്. വാജിബ് എന്ന അറബി വാക്ക് മലയാളീകരിച്ച വാക്കുകളാണ്, നിർബന്ധമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ഉമ്മ പറയാൻ, കാനന്നാസ്, ജനങ്ങൾ, അവർ മഹനത്തുൻ അൻഫുസിഹിം, അവർ ഓരോരുത്തർ അവരുടെ മഹനയുമായി അവരുടെ ജോലിയുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. വകാനു ഇദാ റാഹു ഇലൽ ജുമുഅ, ജോലി സ്ഥലത്ത് തന്നെ അവർ പലരും ജുമുഅയിലേക്ക് അങ്ങ് പോകും. റാഹു ഫി ഐഹതിഹിം, അവരുടെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് ആയിഷ ഉമ്മ പറയാണ്, ഫഖീല ലഹും, അങ്ങനെ അവരോട് പറയപ്പെട്ടു. എന്താ പറഞ്ഞത്? ലൗ തസൽതും, നിങ്ങൾ കുളിച്ചു വന്നിരുന്നെങ്കിൽ, കുളിച്ച് ജുമാക്ക് വേണ്ടി കുളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ എന്നവരോട് പറഞ്ഞു എന്നാണ് ആയിഷ ഉമ്മ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പുണ്യം കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളല്ലാത്ത മാനുഷികമായി ധാരാളം പാപങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വന്നു പോകും. അത് സ്വാഭാവികമാണ്, നമ്മൾ മലക്കുകളല്ല. അതുകൊണ്ട് അതൊക്കെ പൊറുക്കപ്പെടാൻ ഇബാദത്തുകൾ കാരണമാണ്. ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ, ഇതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കാൻ ഇബാദത്തുകൾ കാരണമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിലെ ജുമുഅയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ സൽമാനുൽ ഫാരിസി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഅ്തസിലു റജുലുൻ യൗമൽ ജുമുഅ വയതതഹറു മസ്തതഅ മിൻ തുഹരി, ഒരാൾ വെള്ളിയാഴ്ച കുളിച്ചു ശുദ്ധിയായി. അവിടെയൊക്കെ പറഞ്ഞിടത്ത് കാണാം, വെള്ളിയാഴ്ചയുടെ കുളിയെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നന്നായി കുളിക്കുക, വൃത്തിയായി കുളിക്കുക എന്ന് പറയുന്നത് കാണാം. അവരെ കൊണ്ട് സാധിക്കുന്നത്ര ശുദ്ധിയായി എന്നാൽ അവന്റെ വീട്ടിലുള്ള എന്തെങ്കിലും എണ്ണ അവന്റെ മുടികളിലൊക്കെ അവൻ പുരട്ടുകയും ചെയ്തു. വീട്ടിൽ നിന്ന് അവൻ സുഗന്ധം ഉപയോഗിച്ചു. അങ്ങനെ അവൻ പുറത്തു വന്നു. പള്ളിയിൽ വന്ന് രണ്ടാളുകൾക്കിടയിൽ അവൻ ഭിന്നതയുണ്ടായില്ല. അത് മറ്റു ഹദീസുകൾ കൊണ്ട് വിശദീകരിച്ചിട്ടെന്ന് പറഞ്ഞാൽ, പള്ളിയിൽ ഒരാൾ കടന്നു വരുമ്പോ മുന്നിലെ സൊഫിലേക്ക് വേണ്ടി എത്താൻ വേണ്ടി രണ്ടാളുകളെ ഇങ്ങനെ പെരടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അതിനിടയിൽ കാലെടുത്ത് വെച്ച് വരുന്നതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വരുന്ന ആളുകൾ ആദ്യം സൊഫുകൾ പൂർത്തീകരിച്ചിരിക്കണം വേണ്ടത്. അങ്ങനെ അവൻ ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തില്ല. എന്നിട്ട് അവന് അള്ളാഹു നിശ്ചയിച്ചത് നമസ്കരിക്കുകയും ചെയ്തു. പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നമസ്കാരമുണ്ട്, തഹിയ്യത്ത് നമസ്കാരം. അതേപോലെ തന്നെ ഇനി ജുമുഅ തുടങ്ങുന്നത് വരെ, ഇമാം മിമ്പറിൽ കയറുന്നത് വരെ മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ വെറുതെ ഒരാൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ 2-2ആയി നമസ്കരിക്കുക. ഏത് സമയത്ത് നമസ്കരിക്കുക, നമസ്കാരം വിലക്കിയ സമയത്തല്ലാത്ത സമയത്തൊക്കെ, അതല്ലെങ്കിൽ ഉദുവിന്റെ നമസ്കാരം, ഇങ്ങനെ നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്ത് ഇമാം സംസാരിച്ചു തുടങ്ങിയാൽ മിണ്ടാതെ അത് ശ്രദ്ധിക്കുകയും ചെയ്താൽ ആ ജുമുഅക്കും അതിന്റെ തൊട്ടടുത്തുള്ള ജുമുഅ വരെയുള്ള
അതിനിടയിലുള്ള പാപങ്ങൾ അത് പൊറുക്കാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയാണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ നേരത്തെ പുറപ്പെടുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഏതായിരുന്നാലും വെള്ളിയാഴ്ച നമ്മൾ ഇതിനു വേണ്ടി നിയത്തെക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് കാണണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മൻ യഅതസല യൗമൽ ജുമുഅ ഉസ്ലൻ ജനാബത്തി, ഒരാൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ എങ്ങനെയാണ് കുളിക്കുന്നത് അതേ രൂപത്തിൽ വെള്ളിയാഴ്ച കുളിച്ച് ശുദ്ധമാകുകയും എന്നിട്ട് അയാൾ എന്തു ചെയ്യാ, വളരെ നേരത്തെ തന്നെ പുറപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് ഒരൊട്ടകത്തെ അറുത്ത് വിതരണം ചെയ്ത ആ പുണ്യം കിട്ടുന്നത്. ഒരൊട്ടകം അതിനറുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്ത് കൊടുത്താൽ എത്ര പുണ്യമുണ്ട്, അത്ര അയാൾക്ക് കിട്ടുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ സമയം നമുക്കൊക്കെ കേട്ട് പരിചയിച്ചിട്ടുള്ള, ചെറുപ്പകാലം തൊട്ട് കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഹദീസാണത്. രണ്ടാമത്തെ സമയത്ത് വരുന്നവന് ഒരു കാളയെ അല്ലെങ്കിൽ പശുവിനെ അറുത്ത് വിതരണം ചെയ്യുന്ന അത്രയും പുണ്യം ലഭിക്കുന്നതാണ്. നല്ല സുന്ദരനായ നല്ലൊരു ആടിനെ അറുത്ത് വിതരണം ചെയ്യുന്ന അത്ര പുണ്യമുണ്ട് മൂന്നാമത്തെ സമയത്ത് വരുന്നവൻ. നാലാമതൊരു കോഴിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഞ്ചാമത് പറഞ്ഞു ഒരു കോഴിമുട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന അത്രയുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇദാ ഖറജൽ ഇമാം, എന്നാൽ ഇമാം പുറപ്പെട്ടു. എവിടേക്ക് പുറപ്പെട്ടു? മിമ്പറിലേക്ക് പുറപ്പെട്ടു. മിമ്പറിൽ കയറി ഖദറത്തിൽ മലായിക യസ്തമിഊന ദിക്ർ, പിന്നെന്താ ചെയ്യാ, മലക്കുകൾ അവർ ഈ ദിക്ർ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവരും അതിനു വേണ്ടി ഹാജരാകും. ഈ ഹദീസിനെ മനസ്സിലാക്കുന്നത്, വിശദീകരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു പള്ളിയിൽ ഏറ്റവും നേരത്തെത്തിയ ആൾക്ക് ഒട്ടകത്തിന്റെ കൂലി, രണ്ടാമതെത്തിയ ആളുകൾക്ക് പശുവിന്റെ കൂലി, അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിൽ നിന്ന് 5 സമയങ്ങളായി സൂര്യൻ ഉദിച്ചത് മുതൽ, വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചത് മുതൽ ഖതീബ് മിമ്പറിൽ കയറുന്നത് വരെ, ഇമാമ മിമ്പറിൽ കയറുന്നത് വരെ, അതിനിടയിലുള്ള സമയം 5ആയി ഭാഗിക്കുകയും അതിന്റെ ആദ്യ സമയം, രണ്ടാമത്തെ സമയം, അങ്ങനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. ഏതായാലും നേരത്തെ എത്തണം. ഒന്നുകൂടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒന്നുകൂടെ പറഞ്ഞു, ഇദാ കാന യൗമുൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ. നോക്ക്, അല്ലാഹുവിന്റെ മലക്കുകൾ വെള്ളിയാഴ്ച ദിവസം ഓരോ ജുമുഅ നടക്കുന്ന പള്ളിയുടെ കവാടങ്ങളിലുണ്ട്. നമ്മളിവിടെ കയറി വന്നു, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മലക്കുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ ഓരോ പള്ളിയുടെയും കവാടങ്ങളിൽ ഇരിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യക്തുബൂനൽ അവ്വലു ഫൽ അവ്വൽ, ആദ്യം വരുന്ന ആളുകളെ അവരിങ്ങനെ രേഖപ്പെടുത്തും. ഫഇദാ ജലസൽ ഇമാം, എന്നിട്ട് ഇമാം ഇരുന്നാൽ, എന്ന് പറഞ്ഞാൽ പള്ളി മിമ്പറിൽ കയറി ഇമാം ഇരിക്കും, ബാങ്ക് വിളിക്കാൻ വേണ്ടി. നമുക്കറിയാവുന്നതുപോലെ ഇമാം ഇരുന്നാൽ എന്തു ചെയ്യും? അവർ അവരുടെ ഏടുകളൊക്കെ മാറ്റിവെച്ച് അവരും ഈ ദിക്ർ കേൾക്കുന്നതിന് വേണ്ടി ശ്രദ്ധയോടെ ആ ഖുതുബ കേൾക്കുന്നതിന് വേണ്ടി അവരും ഇരിക്കും. എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ, നമ്മൾ ജുമുഅയിൽ പങ്കെടുത്തു എന്ന കണക്കിൽ, അള്ളാഹു അയച്ച ആളുകളുടെ കണക്കിൽ ഉണ്ടാകുന്നത് ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയല്ല. അതുകൊണ്ട് നമ്മൾ ഏതായിരുന്നാലും സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ പള്ളിയുടെ ഒരു പ്രത്യേകത, അൽഹംദുലില്ലാ, നല്ലൊരു ശതമാനം ആളുകളും മിമ്പറിൽ ഖുതുബ തുടങ്ങുന്ന ആ സമയത്തിന് എത്താറുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാവാറില്ല. എന്നാലും ഞാനെങ്കിലും ഒക്കെ ഒരു അശ്രദ്ധ കൊണ്ടാണെങ്കിൽ, വെറുതെ ഏതായിരുന്നാലും വെള്ളിയാഴ്ച ഇത്രയും പുണ്യമുള്ള വലിയ പ്രത്യേകതകളുള്ള ഈ ദിവസത്തിൽ അള്ളാഹുവിന്റെ ദീൻ കേൾക്കാനും ആ ഇബാദത്തിൽ പങ്കെടുക്കാനാണ് നമ്മൾ ഒരുങ്ങി പുറപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ആക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊന്ന്, പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നമസ്കരിക്കും. അത് ഏത് സമയത്താണെങ്കിലും പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത്, ഒരു വസ്തു മറന്നു വെച്ച് അതെടുക്കാൻ തിരിച്ചു വരുന്ന സമയത്ത് പോലും സലഫുകൾ തഹിയ്യത്ത് നമസ്കരിച്ചിരുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ ജാഅ റജുലൻ വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബുൻ നാസ് യൗമൽ ജുമുഅ, പ്രവാചകൻ ജുമുഅ ദിവസം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വല്ലൈത യാ ഫുലാൻ, ഒരാൾ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ നിസ്കരിച്ചോ മോനെ, അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഇതിന്റെ അർത്ഥം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ആളുകളോട്
അവർക്കറിയുന്ന രൂപത്തിൽ സംസാരിക്കായിരുന്നു. അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു. നീ നിസ്കരിക്കുന്നു ചോദിക്കാൻ ഖാലല, അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല. അപ്പൊ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല, എങ്കിൽ ഖും, നീ എഴുന്നേൽക്ക്, ഫർക റകഅതൈൻ, നീ 2 റകഅത്ത് നമസ്കരിക്ക് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. സാന്ദർഭികമായ ഒരു കാര്യം, ചില ആളുകളെങ്കിലും പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ബാങ്ക് വിളിക്കുന്നുണ്ടാവും. ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകുന്നതിന് വേണ്ടി അവിടെ ഞാൻ നിൽക്കും. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ബാങ്കിന് ഉത്തരം നൽകുക എന്നുള്ളത് സുന്നത്താണ്, ഖുതുബ കേൾക്കുക എന്നുള്ളത് വാജിബാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പള്ളിയിൽ കയറുന്ന സമയത്ത് ബാങ്ക് ആണെങ്കിലും തഹിയ്യത്ത് നമസ്കരിച്ച് ഖുതുബക്ക് വേണ്ടി, ഒരു ഫറദിന് വേണ്ടി, വാജിബിന് വേണ്ടി റെഡി ആവണമെന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ശ്രദ്ധയോടുകൂടി ഖുതുബ വീക്ഷിക്കുക എന്നുള്ളതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഈമാനുള്ള മനുഷ്യരെ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ജുമുഅക്ക് നിങ്ങളെ വിളിച്ചാൽ വളരെ ധൃതിയിൽ ആ ദിക്റിലേക്ക് നിങ്ങൾ വരണം. ഈ ആയത്തിനെ വിശദീകരിച്ച് അബൂ ജാഫർ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, വഅമ്മ ദിക്റു അല്ലദി അമറ അല്ലാഹു തആല ബിസ്സഈ ഇലൈഹി ഇബാദത്തുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വേഗത്തിൽ വരണം എന്ന് പറഞ്ഞ ദിക്ർ, ഇവിടെ ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഇന്നഹു മൗഇദത്തുൽ ഇമാമി ഫീ ഖുതുബതിഹി. ഇമാമ് അദ്ദേഹത്തിന്റെ ഖുതുബയിൽ നടക്കുന്ന ഉപദേശങ്ങളാണ്, അത് ശ്രദ്ധിച്ചു കേൾക്കാൻ പള്ളിയിൽ വരണമെന്നാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ഖുതുബയിൽ ആദ്യം നമസ്കാരം ഉണ്ടാവും. മറ്റു പല സമയങ്ങളിലും ജനങ്ങൾ കൂടുന്നിടത്ത് ആദ്യം നമസ്കാരം പിന്നെ ഖുതുബയാണ്. പക്ഷെ വെള്ളിയാഴ്ച നോക്കൂ നിങ്ങൾ, ആ ഖുതുബക്ക് പ്രത്യേകത ഉണ്ട്. അതിന്റെ അർത്ഥം ജുമാ നമസ്കാരത്തിന് പ്രത്യേകത അല്ല എന്നല്ല, അത് അങ്ങേയറ്റം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളു. ഒരാൾ വുളു എടുത്തു, വുളു നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലെടുത്തു. ചില പണ്ഡിതന്മാർ പറഞ്ഞ് അതിന്റെ അത്തുറാഫുകളൊക്കെ ശ്രദ്ധിച്ചു, വിരലിന്റെ ഇടയിലുള്ള സ്ഥലം, കയ്യിന്റെ അങ്ങേയറ്റത്തുള്ള സ്ഥലം, ഇതൊക്കെ ശ്രദ്ധിച്ചെടുക്കുക. അതിനോ അഹ്സനൽ വുളു എന്ന് പറയാം. അങ്ങനെ നന്നായി വുളു എടുത്തു. സുമ്മ അതൽ ജുമുഅ, എന്നിട്ട് പള്ളിയിലേക്ക് വരികയും ചെയ്തു. എന്നാലോ ഫസ്തമിഅ, എന്നിട്ട് അദ്ദേഹം അവർ ആ ചെയ്താൽ ഫസ്തമി, ശ്രദ്ധയോടുകൂടി ഖുതുബ കേൾക്കുകയും ചെയ്തു. ഇസ്തമഅ അറബി ഭാഷയിൽ കേൾവിക്ക് പറയാ സമിഅ, സാധാരണ കേൾക്കുന്നത്. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ ആ 2 കേൾവിയുടെ വ്യത്യാസം ഉണ്ടെന്നറിയോ? ഫസ്തമിഉ, ഖുർആൻ കേൾക്കുന്നിടത്ത് ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇസ്തിമാഇന്റെ പ്രത്യേകത വേറൊരു ശബ്ദവും വേറൊരു ചിന്തയില്ലാതെ ഒരു കാര്യത്തെ കേൾക്കുക എന്നുള്ളതാണ്. സമയ എന്ന് സാധാരണ പറഞ്ഞാൽ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ അപ്പുറത്തൊരു വാഹനത്തിന്റെ ശബ്ദം നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. മനുഷ്യ പ്രകൃതിയിൽ അത് കേൾക്കും, പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ അതും കേൾക്കുമല്ലോ. കേൾവി ശ്രദ്ധിക്കുന്നത് ഇവിടെ, ആ കേൾവിക്കാണ് സാധാരണഗതിയിൽ കേൾവി എന്ന് പറയാം. അറബിയിൽ സമയ എന്ന് പറയാം. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുതുബ ശ്രദ്ധിക്കണം, മിണ്ടാതിരിക്കണം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അവന്റെ പാപങ്ങൾ പൊറുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീണ്ടും 3 ദിവസം കൂടുതൽ കിട്ടും. 10 ദിവസം വന്നു പോകാൻ സാധ്യതയുള്ള പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാണത്. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, വമൻ മസ്സൽ ഹസ്വ ഫഖദ് ലഹാ. ആരെങ്കിലും ഒരാൾ ചരൽക്കല്ലുകൾ ഇങ്ങനെ കളിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ വേണ്ടാത്തത് ചെയ്തു. സന്ദർഭം എന്താ അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവി, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തുന്ന ആ കാലഘട്ടത്തിൽ നമ്മളെ പോലെ അടിയിൽ കാർപ്പറ്റില്ല, മറ്റൊന്നുമില്ല. അവിടെ മണലും മണ്ണും ഒക്കെ ഉള്ളത്. അതിലിങ്ങനെ ആരെങ്കിലും ആ കല്ലെടുത്ത് അതിൽ മണലൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുന്നുവെങ്കിൽ അവൻ അവിവേകം ചെയ്തു, വേണ്ടാത്തത് ചെയ്തു, ആ ജുമുഅ ബാത്തിലാക്കുന്ന കാര്യം ചെയ്തു എന്ന് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും നൂല് കാണുന്നു, വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നു, അങ്ങനെയുള്ളതൊന്നും പാടില്ല. ചില പണ്ഡിതന്മാർ ചില ഹദീസുകൾ എടുത്ത് പറഞ്ഞത് ഇമാമിന്റെ മുഖത്ത് നോക്കി അവർ ഇരിക്കട്ടെ എന്നാണ്, ഖതീബിന്റെ മുഖത്ത് നോക്കി അവർ ഇരിക്കട്ടെ എന്നാണ്, അങ്ങനെ ശ്രദ്ധിക്കട്ടെ എന്നാണ്. താഴോട്ട് നോക്കിയിരിക്കരുത്, കൈകെട്ടിയിരിക്കരുത്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ഖുൽത ലിസാഹിബിക യൗമിൽ ജുമുഅ അൻസിത് വൽ ഇമാം യഖ്തബു ഫഖദ് ലഅൗത. ഒരാള് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുള്ള ഒരാൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്,
കൂട്ടത്തിലുള്ള ഏതെങ്കിലും കുട്ടികൾ ആരെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ആ സമയത്ത് മിണ്ടാതിരിക്കുന്നു പറയുന്നത് അതുവരെ ജുമുഅയെ ബാധിക്കുന്നതാണ്. അത് പറയാൻ പാടില്ല എന്നാണ്. അത് പറയേണ്ട ആളാരാ? മെമ്പറിൽ നിന്ന് ഖതീബാണ് ശ്രദ്ധിക്കേണ്ടത്. ആരെങ്കിലുമൊക്കെ ഇതുപോലുള്ള കാര്യം ചെയ്യുന്നുണ്ടോ? തൊട്ടപ്പുറത്തിരിക്കുന്നവൻ സംസാരിക്കുന്നുവെങ്കിൽ ആ സംസാരം തടയാൻ പോലും അനുമതി നൽകില്ല. എന്താ ഇത്രയൊക്കെ? അള്ളാഹുവിന്റെ പ്രവാചകന് വഹി അനുസരിച്ച് അള്ളാഹ് പഠിപ്പിച്ചു, അത്ര തന്നെ ഉള്ളൂ. അതിന് അത്ര പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അതിനെ സ്വീകരിക്കണമെന്ന്. മറ്റൊന്ന്, വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു മുസ്ലിമിന്റെ ജീവിതം തന്നെ ഉണ്ടാവാൻ പാടില്ല. അവൻ എല്ലാ സമയത്തും പ്രാർത്ഥനകളുണ്ട്, അള്ളാഹുമായിട്ടുള്ള ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജുമുഅയെ കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു വന്നു, ഫീഹി എന്നിട്ട് പറഞ്ഞു, ഫീഹി സാഅ, അതിലൊരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമൻ വഹുവ ഖായിമുൻ യുസല്ല. ആ സമയത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം നമസ്കാരത്തിലോ പ്രാർത്ഥനയിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ യസ്അലല്ലാഹു തആല ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാ, ആ സമയത്ത് അയാൾ ചോദിക്കുന്നത് സമയവുമായി യോജിച്ചു വന്നാൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ സമയത്ത് അവൻ ചോദിക്കുന്നത് യോജിച്ചു വന്നാൽ അത് അള്ളാഹു മറ്റൊരു ശർത്തും വെച്ചിട്ടില്ല, അത് അവന് നൽകാതിരിക്കില്ല എന്നാണ്. അവിടെ ഒരു സമയമുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയുണ്ട്, അത് പ്രതീക്ഷിച്ചിരിക്കണം എന്നാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അത് വളരെ ചെറിയ സമയമാണ്, വളരെ ചെറിയൊരു സമയം ഓരോ വെള്ളിയാഴ്ചയുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒന്ന് ഇമാമ് മിമ്പറിൽ കയറി ഇറങ്ങുന്നത് വരെ, അതിനിടയിൽ ഏതോ ഒരു സമയം. അതുകൊണ്ട് മുഴുവൻ സമയവും ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനാ മനസ്സോടുകൂടി ഇരിക്കണം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് അസർ, വെള്ളിയാഴ്ചയിലെ അവസാന സമയം, അസറും മഗ്‌രിബോടടുക്കുന്ന ആ സമയത്ത് ചെറിയൊരു സമയമാണ്, അതാവാൻ സാധ്യത. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സമയവും നന്നായി ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ചയിലെ മുഴുവൻ സമയവും പ്രാർത്ഥന മനസ്സോടെ ഉണ്ടാവുക എന്നതാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് മുസ്ലിമായ ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമുള്ള കാര്യം. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, അതല്ലാതെയും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എന്നാൽ വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ അസ്സലാത അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, ധാരാളമാക്കണം. യൗമുൽ ജുമുഅത്തി വലൈല, ജുമുഅയിലും വലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാത്രിയിലും. ജുമുഅയുടെ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ന് നമ്മൾ പറയുന്ന വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച അവസാനിക്കുന്ന സമയം വരെ നിങ്ങൾ എന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലണം. ഫമൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറൻ, ആരെങ്കിലും എന്റെ മേൽ ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചൊല്ലുന്നവന് 10 ഗുണം ചെയ്യുന്നതാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറയുന്നത് കാണാം, ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, സയ്യിദുൽ അനാമി വയൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അനാം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ കൂട്ടത്തിലെ നേതാവാണ്. വയൗമുൽ ജുമുഅത്ത് സയ്യിദുൽ അയ്യാം, ജുമുഅ എന്ന് പറയുന്നത് ദിവസങ്ങളുടെ കൂട്ടത്തിലെ നേതാവുമാണ്. അതുകൊണ്ട് ഫലി സ്വലാത്തി അലൈഹി ഫി ആദൽ യൗം മസിയ്യത്തൻ ലൈസത്ത് ലിഗൈരിഹി, ഈ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് മറ്റു ദിവസത്തേക്കാൾ പ്രത്യേകതയുണ്ട്. പക്ഷേ സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്ന വ്യത്യസ്ത പദങ്ങളുള്ള ആ സ്വലാത്ത്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അത് സ്വലാത്താണ്. അത് മാത്രം പറഞ്ഞാലും പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്താണ്. അതല്ലാത്തത് വ്യത്യസ്ത പേരുകളിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പലപ്പോഴും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊടുത്ത് സ്വലാത്തിന്റെ പേരിൽ കൂടിയിരുന്ന് അതിന് പണം ഉപയോഗിച്ച് അങ്ങനെയുള്ള സ്വലാത്തൊക്കെ ഇസ്ലാമികപരമായിട്ട് സലഫുകൾക്ക്, സ്വഹാബത്തിന്, പ്രവാചകനൊന്നും പരിചയമില്ലെന്ന് മാത്രമല്ല പലപ്പോഴും ബിദ്അത്തും ശിർക്കും കുഫ്ർ വരെ വന്നു ചേരുന്ന വാചകങ്ങളാണ് പലതിലും വന്നു ചേർന്നത്. നമ്മൾ സ്വലാത്ത് ചൊല്ലണം, വെള്ളിയാഴ്ച പ്രത്യേകിച്ചും ചൊല്ലണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ. ആ സമയത്ത് നമുക്ക് ഗുണം കിട്ടും എല്ലാ അർത്ഥത്തിലും, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും. ഇത് അല്ലാഹു പറഞ്ഞതാണ്, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വയുസല്ലിമു തസ്ലീമ. അല്ലാഹു പ്രവാചകന് ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകളും
അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വലാത്ത് സലാം ചൊല്ലുക. സ്വഹാബികൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് സലാം പറയില്ല, നിങ്ങൾക്ക് അറിയാം, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അങ്ങനെയാണ്. എന്നാൽ സലാത്ത് എങ്ങനെയാണ്? തഫ്സീറുകളിൽ ഈ ആയത്ത് സൂറത്ത് അഹ്സാബിലാണ്. മറിച്ച് നോക്കി എല്ലാവർക്കും കാണാം എങ്ങനെ സ്വലാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഖൂലു, നിങ്ങൾ ചൊല്ലണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് പ്രവാചകൻ പഠിപ്പിച്ചു. ഇതും വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ധാരാളം വിഷയങ്ങൾ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു ജുമായുടെ പരിമിതിയിൽ വളരെ പ്രത്യേകതയുള്ളത് എന്ന് തോന്നിയ ചിലത് പറഞ്ഞതാണ്. ഈ ദിവസം യാന്ത്രികമായി അശ്രദ്ധമായി അങ്ങനെ ചെയ്തു പോകേണ്ട ഒരു കാര്യമല്ല. കിട്ടുന്നതിൽ വെച്ച് വലിയ അനുഗ്രഹം ഓരോ വെള്ളിയാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടിയും അജണ്ട സെറ്റ് ചെയ്തിട്ടും നമ്മൾ ഓരോരുത്തരും ഇതിനെ ഉപയോഗിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്. പല ആളുകളും അറിഞ്ഞറിയാതെ ജുമാ നഷ്ടപ്പെടുത്തുന്ന ആളുകളെ കണ്ടു. ജുമാ പ്രത്യേകിച്ച് ഗൗരവം കാണിക്കാതെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞപ്പോൾ ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ മിമ്പറിന്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ഇത് പറഞ്ഞു. എന്താ പറഞ്ഞല്ലേ? ജനങ്ങളിൽ ചില ആളുകളെങ്കിലും ജുമാ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കട്ടെ. അങ്ങനെ എങ്ങാനും മനഃപൂർവ്വം ഒരാൾ ജുമാ ഉപേക്ഷിച്ചാൽ ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അവനെ മുദ്ര കുത്തും. ഗാഫിൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായാലും ശ്രദ്ധ ഉണ്ടാവില്ല, എല്ലാം അശ്രദ്ധയായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവും, അല്ലേ? ജുമാ തുടങ്ങിയിട്ട് ഒരാൾ കച്ചവടം ചെയ്യുന്നുവെങ്കിൽ ആ കച്ചവടത്തിലെ സമ്പത്ത് ഹലാലല്ല എന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈൻ. കച്ചവടങ്ങൾ ഒഴിവാക്കണമെന്നാണ്, ഉപേക്ഷിച്ചിട്ട് വരുന്നതാണ്. അവിടെ കച്ചവടം എന്നതിനപ്പുറത്ത് സമ്പാദ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് ജുമാ തുടങ്ങിയിട്ട് പിന്നെയും എന്നാൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ്. അള്ളാന്റെ ഖുർആനിന്റെ നസ്വാൻ. അതുകൊണ്ട് ആ രൂപത്തിൽ അതിനെ കാണണം. പലപ്പോഴും അതില് ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നിയ വിഷയം നമ്മുടെ കുട്ടികളുടെ വിഷയം. ആണും പെണ്ണും ഒക്കെ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ സമൂഹത്തിന്റെ ഏറ്റവും നല്ലൊരു അവസ്ഥയിലേക്ക് അവരിങ്ങനെ കടന്നു വരുന്ന പ്രായമാണ്. പക്ഷെ പലപ്പോഴും അടുത്ത ദിവസം ഒരാൾ വളരെ സങ്കടത്തോടു കൂടി ഒരു അധ്യാപകൻ പറഞ്ഞൊരു വിഷയം, സ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ, വളരെ കുറച്ച് കുട്ടികളെ പള്ളിയിൽ പോകുന്നുള്ളൂ. എന്താണ് ഇവരുടെയൊക്കെ വീട്ടിൽ നിന്നൊന്നും ഇത് ശ്രദ്ധിക്കാൻ പറയുന്നില്ലെന്ന്. ജീവിതത്തിൽ വലിയ അപജയങ്ങളിൽ എത്തിപ്പെടുമ്പോ വല്ലാതെ ടെൻഷനായി സങ്കടപ്പെട്ട് മക്കളെ കാര്യത്തിൽ ആശങ്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച നമ്മളെ സംബന്ധം നമ്മളൊന്ന് ആലോചിച്ച്, ഒരു വെള്ളിയാഴ്ചയിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ഖുതുബ. വെള്ളിയാഴ്ചയിലെ പള്ളിയിൽ കൂടാറുണ്ട്. അതൊരു ആത്മവിശ്വാസമാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഈ ഒരുക്കം, അല്ലെ, ഈ ഒരുമിച്ചിരിക്കൽ സലഫുകളെ, ഇസ്ലാമിന്റെ മുൻഗാമികളുടെ ഒന്നാമത്തെ തലമുറകളുടെ അവസ്ഥ പറയാറുണ്ട്. വെള്ളിയാഴ്ച രാവിലെ എന്താ സംഭവിച്ചെന്ന് തോന്നുന്നു, അങ്ങാടികളിലൊക്കെ ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത തിരക്കുണ്ടാവുന്നതാണ്. രാവിലെ തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി എല്ലാവരും ഒരുങ്ങി പള്ളിയിൽ പോകുന്ന തിരക്ക് കണ്ടാൽ എന്താ അവിടെ സംഭവിച്ചത് എന്ന് ആളുകൾ വിചാരിക്കുന്ന. ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർക്ക് ഏറ്റവും ഭയപ്പാടുള്ള ഒരു കാര്യം, യഹൂദികൾ, ജൂതന്മാർ മുസ്ലിമീങ്ങളോട് അസൂയപ്പെടുന്ന 4 വിഷയങ്ങളിൽ 3 പറഞ്ഞത് മുസ്ലിങ്ങളുടെ ഐക്യാണ്. അതിലൊന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച അവർ പള്ളിയിൽ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആരെങ്കിലുമൊക്കെ മക്കളുടെ കാര്യത്തിൽ ഈ വിഷയമൊക്കെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് നിർബന്ധ. അത് നമ്മൾ ആ ഗൗരവത്തിൽ തന്നെ കാണണം.
അത് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ അതിനൊക്കെ പറ്റുന്നിടത്തൊക്കെ ആണ് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവേണ്ടത്. അതിനപ്പുറത്ത് നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും ഖൈർ നൽകുന്നവൻ, ബറക്കത്ത് നൽകുന്നവൻ അത് അല്ലാഹുവാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇവിടെ കളക്ഷൻ നടക്കുന്നുണ്ട്. മദ്രസ വിദ്യാർത്ഥികളുടെ ഒരു സർഗ സംഗമം, ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു സർഗ സംഗമം നടക്കുന്നുണ്ട്. പലപ്പോഴും എല്ലാ വൃത്തികേടുകളുമാണ് മക്കളൊക്കെ പഠിക്കാറ്. എന്നാൽ പാഠ്യേതര വിഷയങ്ങളിൽ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ട ആളുകൾ നമ്മുടെ കുട്ടികൾ. അതിന് ഉസ്താദ് ആവണം, ഹത്തീബാവണം, മൗലവിയാകണമെന്നില്ല. നമ്മളൊക്കെ അതിന് ബാധ്യസ്ഥരാണ്. വ്യത്യസ്ത ജോലികൾ ചെയ്യുമ്പോൾ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ എത്തുമ്പോഴും ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പറയാൻ പ്രാപ്തമാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് സലഫി മദ്രസകളിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് അതിനൊക്കെ ഏതെങ്കിലും ഒരാൾ തുടക്കക്കാരനാകുന്നെങ്കിൽ നമ്മുടെയും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുക. വലിയൊരു ഭീമമായ സംഖ്യ ചെലവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ ഒന്ന് പറയണമെന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഈ മിമ്പറിൽ തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുന്ന. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹു സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്നേറ്റ എല്ലാ ഫളായിലുകളും നാം ചെയ്യുന്ന ഓരോ അമലുകൾക്കും നൽകി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പാപങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ട മാതാക്കൾ, പിതാക്കൾ, ഇണകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഭയാനകരമായ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നമ്മയും അവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാം അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. രോഗം, കടം, മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന, ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒട്ടനേകം ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിലും ലബനാനിലും ഒക്കെയുള്ള നമ്മുടെ സഹോദരങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെടുന്നവർക്ക് ശുഹദാഇന്റെ ഉന്നത മർത്തബ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശത്രുവിന്റെ വിഷയത്തിൽ ഏറ്റവും നല്ലൊരു തീരുമാനം അള്ളാഹു എടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.